ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റാസീസ് വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്നുള്ളത് വയനാട് കമ്പളക്കാട് അടുത്ത് കുറുമ്പാലക്കോട്ട എന്നൊരു പ്രദേശത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. കുറുമ്പാലക്കോട്ടയ്ക്ക് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മൗണ്ടൈൻ പോണ്ട് റിസോർട്ടിലാണ് നമ്മളിന്നിവിടെ ഉള്ളത്. പേര് പോലെ തന്നെ ഫുൾ പോണ്ട് സറൗണ്ടഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് എന്നുള്ളത്. നമ്മൾ ഈ പുറകിൽ കാണുന്ന പോലെ തന്നെ 7 ബെഡ്റൂമിൻ്റെ ഒരു മാസ്റ്റർ വില്ലയും, അതേപോലെ തന്നെ 4 ഇൻഡിവിജ്വൽസ് കപ്പിൾ വില്ലാസും, അതേപോലെ തന്നെ 5 ഫാമിലി വില്ലാസും ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോട്ടൽ 16 റൂം വരുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് മൗണ്ടൈൻ പോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റനവധി ബാക്കിയുള്ള പ്രോപ്പർട്ടികളെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് അനവധി ആക്ടിവിറ്റീസ് ഇൻഡോർ ആയിട്ട് തന്നെ പ്രോപ്പർട്ടിയിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. വരും. പതിവിലും വിപരീതമായിട്ട് റൂമിന്റെ ഇന്റീരിയറും റൂമിന്റെ വിശേഷങ്ങളും കാണിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ തയ്യാറെടുക്കുന്നത് ഈ പോണ്ടിന്റെ കുറുകെ കൂടെ ഇവിടെ ഒരു സിപ്പ് ലൈൻ കണ്ടോ, ഇതിലൂടെ തൂങ്ങി അങ്ങേ തലവരെ പോകാനുള്ള ഒരു പ്ലാനാണ്. ധീരജാണ് നമ്മളെ സെറ്റാക്കി തരുന്നത്. ധീരജ് അത്യാവശ്യം അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി നല്ല എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളും, നമ്മളൊരു 1 ഡേ അവിടെ സ്റ്റേ ചെയ്തു. നല്ല പെരുമാറ്റവും നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു. ഇപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് ഇതായിരുന്നു നീട്ടി അങ്ങ് പറത്തി വിട്ടു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ പോണ്ടിന്റെ കുറുകെ കൂടെ നേരെ വന്ന് നമ്മൾ ഈ എൻഡ് വരെ അങ്ങനെ അങ്ങ് എത്തിപ്പോയി. നമുക്ക് മറ്റുള്ള പ്രോപ്പർട്ടീസിലൊക്കെ ഈ ഇത്തരം ഫെസിലിറ്റീസ് ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ നമുക്കിത് അവിടെ കയാക്കിങ് ബോട്ട് അവൈലബിൾ ആണ്. ഞങ്ങൾ രണ്ടാളും കുറച്ച് ബോട്ടൊക്കെ എടുത്തിട്ട് ഒരു ഈവനിങ് നല്ല 4 തുഴയിലൊക്കെ തുഴഞ്ഞു. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ വേറൊരു ആക്ടിവിറ്റീസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പെഡൽ ബോട്ടിങ്ങും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ സറൗണ്ടിങ്സ് തന്നെ ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് സേഫ്റ്റി ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്കവിടെ കിട്ടിയത്. നമ്മളിപ്പോൾ കാണുന്നത് നേരെ ഈ മെയിൻ മാസ്റ്റർ വില്ലയിലുള്ള 7 ബെഡ്റൂമിലുള്ള ഒരു ഡിലക്സ് റൂമിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഇന്റീരിയേഴ്സും കാര്യങ്ങളും കണ്ടില്ലേ. ഇവിടെ എല്ലാ റൂംസും എല്ലാ കോട്ടേജസും AC ആണ്. നോൺ AC റൂംസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് കാണുമ്പോൾ തന്നെ AC-യും ഫാനും അതേപോലെ തന്നെ ഒരു TVൻ്റെ ഫെസിലിറ്റീസും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടൊരു സിറ്റി കാര്യങ്ങളുടെ. അതുപോലെ തന്നെ ഇവിടെ ബെഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെ ഒരു ഫാമിലിക്കോ കപ്പിൾസിനൊക്കെ വന്നാൽ താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കൂടാതെ ഒരു 4 ഷെയറിങ്ങിനൊക്കെ വരികയാണെങ്കിൽ തന്നെ അതിനുള്ള സൗകര്യം നമുക്ക് ഈ റൂമിലുണ്ട്. പിന്നെ താഴെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 റൂമും അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് 4 റൂം വരുന്നത്. ഈ 4 റൂമിൽ 2 റൂംസും ഇന്റർ കണക്റ്റഡ് ആണ്. ഈ ഡോർ ഓപ്പൺ ചെയ്താൽ ഈ 2 റൂമും തമ്മിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാം, ക്ലോസ് ചെയ്താൽ സെപ്പറേറ്റ് വെക്കാം. അപ്പോൾ നമ്മളൊരു 8 പേര് 10 പേരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെൻട്രലിലുള്ള ഈ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഡോർ ഓപ്പൺ ചെയ്താൽ തന്നെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ലാവിഷായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ AC ആയതുകൊണ്ട് തന്നെ വേറെ യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാ ഡിലക്സ് റൂമും സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഫുള്ള് നമ്മൾ കയറുമ്പോൾ തന്നെ ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കപ്പിൾ കോട്ടേജസ്. അതേപോലെ ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫാമിലി കോട്ടേജസ്. ടോട്ടൽ 4 കപ്പിൾ കോട്ടേജസും 5 ഫാമിലി കോട്ടേജസും ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്നത് കപ്പിൾ കോട്ടേജസിന്റെ ഇന്റീരിയർ ആണ്. ഇവിടെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ AC അറ്റാച്ച്ഡ് റൂമാണ്, ഫാനും കാര്യങ്ങളുണ്ട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നേരെ നമ്മൾ നടന്നതിന്റെ ബാൽക്കണിയിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ അടിപൊളി വ്യൂ ആണ്. കണ്ടോ, ഇവിടെ നിൽക്കുമ്പോൾ മറ്റുള്ള കോട്ടേജുകളിലേക്ക് നമുക്ക് വ്യൂ ഈ പോണ്ടിന്റെ ഈ കോട്ടേജിലേക്കൊക്കെ വ്യൂ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രൈവസിയോ മറ്റുള്ളവരുടെ പ്രൈവസിയോ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഇൻഫ്ര അവര് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഫാമിലി കോട്ടേജിലേക്കാണ്. ഫാമിലി കോട്ടേജസ് കണ്ടില്ലേ, എല്ലാം ഡിഫറെന്റ് കളേഴ്സിലുള്ള നല്ല ആർട്ട് വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇന്റീരിയറിലുള്ള ക്വാളിറ്റീസും കാര്യങ്ങളൊന്നും ഒട്ടും മോശം വരാത്ത രീതിയിൽ തന്നെ നല്ല ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി കോട്ടേജ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഒരു ലിവിങ് ഏരിയ ആണ്, 2 ചെയറും ടേബിളും ഒക്കെ ആയിട്ട്. പിന്നെ നേരെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് എൻട്രി ആവുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ ചൂടും കാര്യങ്ങളും പിന്നെ ടെൻഷൻ വേണ്ടല്ലോ, AC ഉണ്ടല്ലോ. ഇതാ ഈ കർട്ടൻ ഉണ്ട് നീക്കിയിട്ട് കാണുമ്പോൾ ഒരു കാഴ്ച ഉണ്ടല്ലോ, വാ അടിപൊളി. കണ്ടോ, ഇപ്പോൾ നമ്മൾ AC ഇട്ട കിടക്കലുണ്ട് കിടന്നു കഴിഞ്ഞാൽ ഇതാ ഇത്രയും അടിപൊളിയായിട്ട് ഓവറോൾ പ്രോപ്പർട്ടീസിന്റെ ഈ ഗ്രീനറി ഒക്കെ കണ്ടു കിടക്കുന്നതന്നെ നല്ലൊരു സമാധാനം കിട്ടുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ഒരു 19 ആൾക്കൊക്കെ നല്ല ലാവിഷായി ചാടി അർമാദിക്കാൻ പറ്റുന്ന നല്ല
നല്ല വലുപ്പത്തിലുള്ള പൂൾ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുള്ള ഇതൊരു ഫാം റിസോർട്ടാണ്. മെയിനായിട്ട് ഇവർ ഫാമിംഗ് ചെയ്യുന്നത് ഫിഷസിനെയാണ്. കോഴിക്കാർപ്പ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ഫിഷസിനെ നല്ല രീതിയിൽ ഇവർ ഫാമിംഗ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, കോഴിക്കാർപ്പിന് നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ തീറ്റൊക്കെ ഇട്ട് കൊടുത്താൽ ഇറ്റള ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ വില്ലൻ്റെ മുകളിലുള്ള ഇൻഡോർ ഗെയിംസ് ഏരിയയാണ്. നമുക്ക് ടേബിൾ ടെന്നീസ് അവൈലബിൾ ആണ്, അതേപോലെ തന്നെ ക്യാരംസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു സറൗണ്ടിങ്സിലുള്ള, അതായത് ഔട്ടറിലുള്ള ഒരു ഓവറോൾ വ്യൂ ആണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ മെയിനായിട്ട് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത് ഈ ഗ്രീനറിയും അതേപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒട്ടും നശിപ്പിക്കാത്ത രീതിയിൽ അവരിത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാർഡനിങ്ങും ഈ ഫാമിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഉഷാറാണ്, അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഫിഷിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഫിഷിങ് നമ്മൾ ചെയ്തിട്ട് മീനൊക്കെ പിടിച്ച് റെസ്റ്റോറൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ലൈവായിട്ട് അപ്പം തന്നെ സ്പോട്ടിൽ അവർ ചെയ്തതിന് ചെറിയൊരു അഡീഷണൽ കോസ്റ്റേ വരുള്ളൂ. ആ കാണുന്ന കോട്ടേജിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഈവനിങ് ഒക്കെ ഫാമിലി ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കറങ്ങി ഇങ്ങനെ ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്